ഓം ശാന്തി. ഇന്ന് വിജയത്തിലേക്ക് പോകേണ്ടതായിരിക്കുന്ന 4 സ്റ്റെപ്സ് എന്താണ്? ഇതാണ് ഞാൻ നിൽക്കുന്നത് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും എന്തുകൊണ്ട് നമ്മൾ നിന്നു പോകുന്നു എന്ന് നമുക്കറിയാത്തതുകൊണ്ട്, അഥവാ എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകണം എന്നറിയാത്തതിൻ്റെ പേരിൽ നമ്മുടെ യാത്ര നിന്നു പോകാറുണ്ട്. അഥവാ ഈ ഗതി മാറി യാത്ര ചെയ്യാമെന്ന് വിചാരിക്കും. ഇതെനിക്ക് ചേരില്ല, ഞാൻ വേറൊന്നിൽ പോട്ടെ എന്ന് വിചാരിക്കും. ഇങ്ങനെ പലപ്പോഴും മാറേണ്ടി വരുന്നത് ആ വിജയത്തിലേക്കുള്ളതായിരിക്കുന്ന കറക്റ്റായിരിക്കുന്ന സ്റ്റെപ്സ് എന്താണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ്. ഇന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പാഷൻ, അഥവാ നമ്മുടെ താല്പര്യം. ഒരു കാര്യം ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോ ശ്വാസം പോലും പരമാത്മ മഹാവാക്യം കൊട്ടിയത് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഭഗവാൻ പറയും, ഏത് സങ്കല്പം നിങ്ങൾ ധാരണ ചെയ്യുന്നോ ആ സങ്കല്പത്തിൻ്റെ സ്വരൂപമായി നമ്മൾ മാറണം എന്ന്. സ്വരൂപമായി മാറുമെന്ന് വെച്ചാൽ എന്താ അർത്ഥം? രാമായണത്തിൽ ഹനുമാന്റെ ഓരോ രോമങ്ങൾ പോലും രാമ 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 എന്ന് മന്ത്രിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾ പോലും ആ ലക്ഷ്യത്തെ മന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങളെ തടഞ്ഞു നിർത്താൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ മുന്നോട്ട് പോയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെ തന്നെ തടസ്സങ്ങൾ അതിൻ്റെ മുന്നിൽ വന്നാലും നിങ്ങളുടെ ആവേശത്തിനെയോ നിങ്ങളുടെ ഉത്സാഹത്തിനെയോ ഉന്മേഷത്തിനെയോ തടഞ്ഞു വെക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അഥവാ അത്രമാത്രം താല്പര്യം നിങ്ങൾക്ക് ആ കാര്യത്തിനോടില്ല എങ്കിൽ വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വലിയ ഭീമാകാരങ്ങളായിരിക്കുന്ന തടസ്സങ്ങളായിട്ട് തോന്നിയും ഈ വഴി ശരിയാവില്ല, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് യാത്ര തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴിയിൽ മുഴുവൻ ഗട്ടറാണ്. എന്നാൽ ഈ വഴി വേണ്ട, വേറൊരു വഴി തിരഞ്ഞെടുക്കാൻ വെച്ചു, കുറച്ച് വളഞ്ഞ വഴി. അത് വന്ന് കയറിയപ്പോൾ അവിടെയും ഗട്ടറാണെന്ന് തെക്കോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും ലക്ഷ്യത്തിലെത്തില്ല. അതുപോലെ താല്പര്യം അതിൻ്റെ മാക്സിമത്തിലല്ല എങ്കിൽ തീർച്ചയായിട്ടും വരുന്ന തടസ്സങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഗതി വേണ്ട, എനിക്ക് ഈ ബിസിനസ് ശരിയാവില്ല, ഈ ജോലി ശരിയാവില്ല, ഇങ്ങനെ പോയാൽ എനിക്ക് മുന്നോട്ട് പറ്റില്ല, ഇങ്ങനെ മാറ്റി 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 കളിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒറ്റ കാരണം അതിൽ 100% താല്പര്യം നമുക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആവേശം, ഉന്മേഷം, ഉത്സാഹം എല്ലാം കൊണ്ട് നിറഞ്ഞ്, ചുരുക്കം പറഞ്ഞ് ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയട്ടെ, പരമാത്മ മഹാവാക്യം നിങ്ങളതിൻ്റെ സ്വരൂപമായി മാറുമ്പോൾ, നിങ്ങളുടെ സങ്കല്പത്തിലും ഉറക്കത്തിൽ പോലും ആ കാര്യം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചിരിക്കും. പിന്നെ തടയാൻ ആർക്കും സാധ്യമല്ല. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടത്. അത്രയും താല്പര്യം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ആ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ചേനെ തടഞ്ഞു വയ്ക്കാൻ ഒരാൾക്കും സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം, എത്ര താല്പര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് താല്പര്യമുള്ളവർ വീണ്ടും വീണ്ടും പല വഴിക്കും പോയിട്ട് വീണ്ടും വീണു, വീണ്ടും വീണു, വീണ്ടും എഴുന്നേറ്റു, വീണ്ടും നടന്നു. എന്തുകൊണ്ടാണെന്നറിയോ? പ്ലാനിങ്. രണ്ടാമത്തെ പി പ്ലാനിങ് ആണ്. പ്രോപ്പർ പ്ലാനിങ് ഇല്ല എങ്കിൽ നിങ്ങൾ എത്ര തവണ നടന്നാലും എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് പോകേണ്ടതായിരിക്കുന്ന ഗൈഡ് ലൈൻ വഴി എന്തെന്ന് മനസ്സിലാക്കണം, എവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം, എങ്ങനെ പോകണം എന്നറിയണം, 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു കാൽക്കുലേഷൻ പ്ലാനിങ് ഇല്ല എങ്കിലും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധ്യമല്ല. ഞാൻ ഓർമ്മിക്കും, ഒരാൾ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് 6 കോടിയുടെ ബിസിനസ് 6 മാസം കൊണ്ട് നടത്തണം എന്നാണ് ആഗ്രഹമെന്ന്. അപ്പോൾ അയാളടുത്ത് ചോദിച്ചു, 6 കോടിയുടെ ബിസിനസ് നടത്തണമെങ്കിൽ 1 മാസം നിങ്ങൾക്ക് എത്ര ഇൻകം വരുന്നുണ്ടായിരിക്കണം? അയാൾ കണക്കൂട്ടി പറഞ്ഞു, ഇത്ര ലക്ഷം 1 മാസം എനിക്ക് ഇൻകം ഉണ്ടാവണം എന്നുള്ളത് ശരിയാണ്. അപ്പം നിങ്ങളുടെ ഇൻകം എത്ര ഉണ്ട് ഇപ്പോൾ? അപ്പോൾ അയാൾ ഉത്തരം പറഞ്ഞു, 1 ലക്ഷം ഇപ്പം ഞാൻ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്, തീർച്ചയായിട്ടും 6 മാസം കൊണ്ട് ഞാനത് നേടിയിരിക്കും. എന്നാൽ അത് നേടാനുള്ളതായിരിക്കും നിങ്ങളുടെ പ്രോഗ്രസ് പ്ലാൻ എന്താണ്? അത് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഞാനത് ഉണ്ടാക്കും, ഞാൻ പോവും. ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഇത് അനുഭവം എൻ്റെ അടുത്ത് പങ്കുവച്ചതായിരിക്കുന്ന ഒരു ട്രെയിനറുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിനാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അയാൾ പറയുകയാണ്, 13 വർഷം മുന്നായിരുന്നു ഈ കാര്യം എന്നോട് സംസാരിച്ച ആൾ ഞാനുമായിട്ട് മീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം 13 വർഷത്തിന് ശേഷം ഞാൻ ഇപ്പോൾ അയാളെ കാണുമ്പോഴും അയാൾ ദ സെയിം വേർഡാണ് പറയുന്നത്, 6 മാസം കൊണ്ട് ഞാൻ 6 കോടിയുടെ ബിസിനസ് ചെയ്യും, ഇപ്പോൾ 1 ലക്ഷൻ്റെ പ്ലാൻ ഞാൻ ഉണ്ടാക്കും, ഞാൻ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാളുള്ളിൽ ഇപ്പോഴും ആ തീ കത്തുന്നുണ്ട്. ആ താല്പര്യത്തിൻ്റെ അഗ്നി ഇല്ലാതെയല്ല, ലഹരിയുണ്ട്. പക്ഷെ ഇന്ന് വരെ ആ പ്രോപ്പറായിട്ട് ഏത് രീതിയിൽ ഞാൻ എൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നാൽ ഓരോ മാസം ഇൻകം ഡെവലപ്പ് ചെയ്യാമെന്നും 6 കോടിയിലേക്ക് വരെ എത്താം എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രോപ്പർ പ്ലാനിങ് ഇതുവരെയും അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്ന് പറയുമ്പോൾ എന്നോട് തിരിച്ചു ചോദിക്കും, സിസ്റ്റർ പറഞ്ഞിട്ടില്ലേ നല്ല അവസരം കാത്തു നിൽക്കാതെ തുടങ്ങണം, നിങ്ങൾ തുടങ്ങിക്കോളൂ, ശരിയാവുന്ന തുടങ്ങണം എന്നുള്ളത് തീർച്ചയായിട്ടും വേണം.
കാത്തിരുന്ന ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കണ്ടീഷൻ എന്താണെന്നറിയോ? ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയാൽ അതൊന്ന് പഠിച്ചുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ചു മുന്നേറണം. അല്ലാതെ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കലല്ല. ഞാൻ ഓർത്തു പോകും, മമ്മ ബ്രഹ്മകുമാരീസിന്റെ ഫസ്റ്റ് ഹെഡ് മമ്മയുടെ വാക്യം, നിങ്ങൾ ഒരിക്കൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരുത്തണം. അതിൻ്റെ പേര് പുരുഷാർത്ഥം എന്നാണ്. വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അതിൻ്റെ പേര് മണ്ടത്തരം എന്നാണ് മമ്മ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ തെറ്റ് സംഭവിക്കാം, പക്ഷെ അതിൽ നിന്ന് പഠിക്കണം. ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. 1% പ്രോഗ്രസ് ഡെയിലി നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി പ്ലാനിങ്ങിന് എത്രയൊക്കെ നിങ്ങൾക്ക് പഠിക്കാമോ അത്രയും വിശാലമായി പഠിക്കൂ. പ്ലാനിങ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തെ പ്ലാനിങ് കൊണ്ട് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങണം, മുന്നേറണം. ഒപ്പത്തിനൊപ്പം ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ട് പ്ലാനിങ്ങിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണോ അത് കൊണ്ടുവരണം. നമുക്ക് മുന്നോട്ട് പോകാൻ വഴി കാണുന്നില്ലെങ്കിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളുടെ അടുത്ത് നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള സജഷൻ നമ്മൾ എടുക്കണം, പഠിക്കണം. എന്നിട്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. പിന്നെ മൂന്നാമത്തെ പി എന്ന് പറയുന്നത് പീപ്പിളാണ്, ആളുകൾ. നമ്മൾ ഏതൊക്കെ ആളുകളുടെ കൂടെയാണോ ജീവിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രഭാവം നമ്മുടെ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ക്ലോസ് ആയിരിക്കുന്ന ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ ഓരോ കാര്യത്തിലും വിമർശനം മാത്രമേ പറയുള്ളൂ, നെഗറ്റീവായിട്ട് ചിന്തിക്കുമെങ്കിൽ ഇനി നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കാൻ. മീൻസ് ആ കാര്യം നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് വിമർശനാത്മകമായിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സേ വരുമെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കുക, ആ കാര്യത്തെ തൽക്കാലം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഏതാളുകളുമായിട്ട് സംസാരിക്കുമ്പോഴാണോ നമുക്ക് ഗൈഡ് ലൈൻ കിട്ടുന്നത്, മുന്നോട്ട് പോകാനുള്ള ഉന്മേഷവും ഉത്സാഹവും കിട്ടുന്നത്, ഊർജ്ജം കിട്ടുന്നത്, അത്തരം ആളുകളായിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ. അത്തരം ആളുകളായിട്ടുള്ള സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നോക്കൂ. ഏതാളുകൾ നമുക്ക് എഗെയിൻസ്റ്റ് ആവുന്നു, നമ്മളെ പിന്നോട്ട് വലിക്കുന്നു, ആ ആളുകളെ നിങ്ങൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, നമ്മളൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്, അവരെനിക്ക് നെഗറ്റീവായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവരായിട്ടുള്ള സമയം കുറയ്ക്കാൻ പറ്റുമോ, അതോ ഞാൻ അവരുമായിട്ട് ഡിസ്കഷൻ കട്ട് ചെയ്യാൻ പറ്റുമോ, എന്താ ചെയ്യുക? തീർച്ചയായിട്ടും പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യണം. പക്ഷേ സ്നേഹം നിങ്ങൾ കുറയ്ക്കരുത്. സ്നേഹത്തിനൊരിക്കലും കണ്ടീഷൻസ് വെക്കരുത്. മദർ തെരേസയുടെ ഒരു വാക്ക് ഓർത്തു പോവും, നിങ്ങൾ മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാൻ സമയം കിട്ടില്ല എന്ന്. അതുകൊണ്ട് സ്നേഹം നിങ്ങൾ എല്ലാവർക്കും കൊടുത്തോളൂ. നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ സഹായം സ്നേഹവും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ, സർവീസ് സേവ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ, സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ, സഹായിക്കാൻ പറ്റുമോ, അതിന് യാതൊരു കണ്ടീഷനും നിങ്ങൾ വെക്കേണ്ട. പക്ഷേ അത് നമ്മുടെ സർവീസാണ്, നമ്മുടെ പ്രൊഫഷനല്ല. എൻ്റെ പ്രൊഫഷൻ അഥവാ എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ കാര്യങ്ങൾ അത് ഞാൻ ആരുമായി പങ്കുവെക്കണം, ആരുമായി പങ്കുവെക്കേണ്ട എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കണം. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് ഒരു കാര്യം നിർബന്ധമാണ്, നമുക്ക് ആ കാര്യത്തുള്ളതായിട്ടുള്ള കാഴ്ചപ്പാട്, പെർസിവിയറൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ലോകത്ത് ജയിച്ചു വന്ന ആളുകളൊക്കെ വളരെ ഈസി ആയിട്ട് ജയിച്ചവരാണെന്ന്? ഒരിക്കലുമില്ല. 1ാം ക്ലാസ്സിലൊരു കുട്ടി ആദ്യം അക്ഷരമാല എഴുതണമെങ്കിൽ എത്രയോ തവണ തൻ്റെ കൈ കൊണ്ട് താറാ എന്ന് എഴുതി വേണം ആ കുട്ടിക്ക് പഠിക്കാൻ. തൻ്റെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യവും ആരും വളരെ ഈസിയായി നേടിയെടുത്തിട്ടില്ല. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ തൻ്റെ സങ്കല്പവും ഊർജ്ജവും സമയവും അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ വളരുന്നുള്ളൂ. പക്ഷെ ആ ഡെപ്പോസിറ്റ് ഇത് മുന്നോട്ട് പോകുമ്പോൾ തടസ്സം വരുമ്പോൾ ഒരിക്കലും തടസ്സമായിട്ട് കാണരുത്, അതിനൊരു പരീക്ഷയായിട്ട് കാണണം. ഞാൻ ഭഗവാന്റെ മഹാവാക്യം ഓർത്തു പോകും. നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ പരിവർത്തനത്തിൻ്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, സ്പിരിച്വൽ പാത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, എൻ്റെ ദേഷ്യം എനിക്ക് ഇല്ലാതാക്കണം, എൻ്റെ മോശമായിട്ടുള്ള ആ സംസ്കാരം ഇല്ലാണ്ടാക്കണം, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ സ്വന്തം പരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ കാൽ വെച്ച് നോക്ക്. ഉദാഹരണം പറഞ്ഞാൽ ദേഷ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഒരു പക്ഷേ നമുക്ക് സീരിയസ് ആയി കാര്യം പറയേണ്ടി വന്നേക്കാം. അതിന് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. എന്നുവെച്ചാൽ നമ്മൾ കുട്ടികൾ മോശമായിട്ട് കളിക്കുകയാണ്, കുട്ടികളുടെ അടുത്ത് തമാശയായിട്ടും സ്നേഹത്തിലും പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഷേനെ അത് എനർജറ്റിക് ആയിട്ട് പറയാം, സ്ട്രോങ് ആയിട്ട് പറയാം. പക്ഷെ അതിന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിനുള്ള ദേഷ്യവും ഇറിറ്റേഷനും ആയിട്ട് സ്വീകരിക്കരുത്. അത് നമ്മുടെ റോളാണ്, യു ഹാവ് ടു പ്ലേ ദ റോൾ. പക്ഷെ അതേസമയം തന്നെ നിങ്ങളുടെ വാക്കിൽ നിന്നതായിട്ടുള്ള എനർജി പോസിറ്റീവ് ആണെങ്കിൽ അവർക്കൊരിക്കലും തെറ്റായി തോന്നില്ല. നിങ്ങളവരെ മോശമായി
പറഞ്ഞതായി തോന്നില്ല. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിന് അമ്മ അടിക്കുകയാണെങ്കിൽ പോലും അടി കൊണ്ട് കരയുന്ന കുട്ടി ഒരിക്കലും അമ്മയെ വെറുക്കണമെന്ന് കൊണ്ട് വേറെ ആൾ തോടുകയല്ല ചെയ്യുക, അമ്മേനെ തന്നെയാണ് വന്ന് കുട്ടി കെട്ടിപ്പിടിക്കുന്നത്. അടിച്ചത് അമ്മയല്ലേ, പിന്നെ എങ്ങനെയാണ് കുട്ടിക്ക് അമ്മേനെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നത്? കാരണം അമ്മയുടെ മനസ്സിനതായിട്ടുള്ള അത്രയും പവർഫുൾ ആയിരിക്കുന്ന പോസിറ്റീവ് തോട്ടാണ് എൻ്റെ ഈ കുട്ടിക്ക് നന്മ വരണം എന്നത്. അപ്പം നമ്മുടെ മനസ്സിനുള്ളിൽ പൂർണ്ണ പോസിറ്റീവ് ആയിരിക്കുന്ന വൈബ്രേഷനോട് കൂടി സം സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പറയണമെങ്കിൽ സീരിയസ് ആയിട്ട് പറയൂ. പക്ഷേ ഹാർട്ടിൽ ആ ഒരു ഇറിറ്റേഷൻ, ദേഷ്യം നിറയ്ക്കരുതെന്ന് മാത്രം. അത് അങ്ങനെയാണ് നിങ്ങളെങ്കിൽ അത് കഴിഞ്ഞ് അവിടെ നിങ്ങൾക്കത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹെഡായിരുന്ന പ്രകാശ് മണി ദാദി എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആരെങ്കിലും ചെയ്യുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ഒരു സമയം വരുമ്പോൾ ദാദി നമുക്ക് ധർമ്മരാജനാണോ എന്ന് തോന്നിപ്പോകുമായിരുന്നു. അത്ര സീരിയസ്ലി, ദേഷ്യത്തിലല്ല, സീരിയസ്ലി സ്ട്രോങ് ആയിക്കൊണ്ട് ദാദി കാര്യം പറയും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളെ സ്നേഹിക്കണ ദാദിയെ കാണുമ്പോൾ ഈ ദാദിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് സീരിയസ് ആയി പറയാം, പക്ഷേ അതേസമയം അത് നമ്മുടെ ദേഷ്യം ഉള്ളിലേക്ക് വരരുത്. ഈ രീതിയിൽ നമ്മുടെ ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു പരിവർത്തനത്തിന് നിങ്ങൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ, നമുക്ക് നമ്മളെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭം വരും. എസ്പെഷ്യലി നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ അഥവാ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരണം, ഒരു സക്സസ്സിലേക്ക് പോകണം എന്ന് വെച്ചാൽ വരുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ മുന്നോട്ട് വരും. അത് തടസ്സങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതോടെ തടസ്സം വന്നാൽ മനുഷ്യൻ തളർന്നു പോവും. അതേസമയം ഇതെൻ്റെ പരീക്ഷയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു പരീക്ഷ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സ്കൂളിൽ നമ്മൾ പരീക്ഷ എടുക്കുന്നത്? കുട്ടി പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അതിനവൻ പെർഫോം ചെയ്തുകൊണ്ട് അവനെ പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എക്സാം. അല്ലാതെ എക്സാം എന്ന് പറഞ്ഞൊരു ഭീകരനല്ല. അതുപോലെ ജീവിതത്തിൽ നമ്മളൊരു സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു തടസ്സങ്ങൾ വരുന്നുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ നമ്മുടെ ടെസ്റ്റ് പേപ്പറാണ് എന്ന് മാനിക്കാൻ തയ്യാറാവണം. അതിനെന്താണോ പഠിക്കേണ്ട ലെസൺ അത് നന്നായിട്ട് പഠിച്ചിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി അടുത്ത ക്ലാസ് കയറ്റം എനിക്ക് കിട്ടി എന്ന് നിങ്ങൾ വിചാരിക്കൂ. ഓക്കെ, ഈ ഒരു ലെവൽ ഞാൻ കഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ ഈ ഒരു ലെവലിൽ എനിക്കത് എതിർപ്പ് വന്നു ചിലർത്ഥം, ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് എനിക്ക് പോകേണ്ടത്, അതുകൊണ്ടാണ് ഇവിടെ എൻ്റെ പരീക്ഷ വന്നത് എന്ന് വിചാരിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അങ്ങനെ നിങ്ങൾ കയറിപ്പോയി നോക്ക്. ജീവിതത്തിൽ കുറച്ച് കാലഘട്ടം നിരന്തരമായിട്ട് പരീക്ഷകളെല്ലാം പാസ്സായി കഴിഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സാമ്പത്തികമായിട്ടും പദവിയുടെയും സുഖം മനുഷ്യൻ അനുഭവിക്കാൻ തുടങ്ങും. ജീവിതയാത്ര അങ്ങനെ തന്നെയാണ്. ഏതൊരു കാര്യത്തിൻ്റെയും ടോപ്പിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ളതായിട്ടുള്ള എല്ലാ ഘട്ടങ്ങളും നമുക്ക് കടന്നു പോയേ പറ്റൂ. പക്ഷെ ആ സമയത്ത് തളരാതെ ഒറ്റ കാര്യം മാത്രം, ഒരു ലെസൺ പഠിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടി പിന്നെയും പിന്നെ എന്താ ചെയ്യുക? വീണ്ടും ആവർത്തിച്ച് പഠിക്കും, വീണ്ടും ആവർത്തിച്ച് പഠിക്കും, വീണ്ടും ആവർത്തിച്ച് പഠിക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഓർത്ത് വെക്കും, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഓർത്ത് വെക്കും, ഒരു ദിവസം കഴിഞ്ഞാൽ ഓർത്ത് വെക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിരന്തരമായിട്ട് പഠിക്കുക, പ്രവർത്തിക്കുക. കാഴ്ചപ്പാടിലോ നമ്മുടെ മനസ്സിൻ്റെ ഇൻട്രസ്റ്റിലോ ഒരല്പം പോലും കുറവ് വരാതെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കൂ. ആ ലക്ഷ്യം നമ്മുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളുടെ ആധാരത്തിൽ നമ്മുടെ പ്ലാൻ തയ്യാറാക്കണം. നമ്മുടെ ബിസിനസ് അഥവാ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര, പ്രൊഫഷണൽ ലൈഫിന് തയ്യാറാക്കണം. ഇനി ഈവൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും ഞാൻ ഒരു ചോദ്യം ഇന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ എൻ്റെ അടുത്തൊരു അമ്മ ചോദിച്ചിരുന്നു. ഞാനൊരു വീട്ടമ്മയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുക, ആഹാരം ഉണ്ടാക്കുക, അത് കഴിഞ്ഞ ശേഷം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, കുറച്ച് ഞാൻ TV കണ്ടിട്ടോ പേപ്പർ വായിച്ചിട്ടോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ടോ ഒക്കെ സമയം കളയും. അത് കഴിഞ്ഞ ശേഷം വീണ്ടും വൈകുന്നേരം എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കും. ഇതല്ലാതെ ഞാനിപ്പോൾ എന്ത് പ്ലാനിങ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാനുള്ളത്? തീർച്ചയായിട്ടും അവർക്ക് ഒരു പ്ലാനിങ് ഉണ്ടാക്കാനില്ല. കാരണം എൻ്റെ ജീവിതം എനിക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്നും ജീവിതത്തിൽ നേടാൻ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ എന്തിന് പ്ലാൻ ഉണ്ടാക്കണം? പ്ലാനിങ് എന്തിനാണെന്നറിയോ? ഒരമ്മയാണെങ്കിലും അമ്മ മക്കളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ടും അവർക്ക് കുറച്ച് സമയം അവരെപ്പോലുള്ളതായിരിക്കുന്ന അമ്മമാരെ ഉദ്ധരിക്കാൻ, കഴിവില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അഥവാ ഈ സൊസൈറ്റിക്ക് അവർ ജീവിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ദാനം കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ഉണ്ടാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തലത്തിലാണോ, ഏത് സ്ഥലത്താണോ, എങ്ങനെയുള്ള ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നോ, പ്രോഗ്രസ് നിങ്ങൾക്ക് വേണോ, ഈ 4 സ്റ്റെപ്പ് നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം നമ്മുടെ പാഷൻ, നമ്മുടെ താല്പര്യം, രണ്ടാമത്തെ കാര്യം പ്ലാനിങ്, മൂന്നാമത്തെ പീപ്പിൾ. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ദിവസവും ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന 5 ആളുകളുടെ പ്രഭാവം തീർച്ചയായിട്ടും നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കും. അത് ഉപബോധ മനസ്സുകളെ ബാധിച്ചിട്ടുണ്ട്, അറിയും കൂടിയില്ല. അതുകൊണ്ട് ആർക്കൊപ്പം ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ചെലവഴിക്കണം, ആർക്ക് ഞാൻ സർവീസ് കൊടുക്കണം, ഇതൊക്കെ നിശ്ചയിക്കാനുള്ളതായിട്ട് ഡ്യൂട്ടി നമുക്കുണ്ട്. നാലാമത്തെ നമ്മുടെ പെർസിവിയറൻസ് അഥവാ നമ്മുടെ കാഴ്ചപ്പാട്, മനോഭാവം. അത് നിരന്തരമായിട്ടുള്ള ഒരു ഒറ്റ വാക്ക് മാത്രമേ നമുക്ക് പറയാനുള്ളൂ, ആക്ഷൻ, ആക്ഷൻ ആൻഡ് ആക്ഷൻ. കർമ്മം, കർമ്മം,
കർമ്മം നിരന്തരമായി ചെയ്യൂ. ഒരാൾക്കും നിങ്ങളതൊന്ന് തടയാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിൽ ഈ 4 കാര്യത്തിൻ്റെ ആധാരത്തിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെ സെറ്റ് ചെയ്യാൻ അഥവാ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സദാ വിജയത്തിൻ്റെ സുഖം അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.